ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തൻ കറിയുടെ റെസിപ്പി ആട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ മലപ്പുറം ഈ ഭാഗത്തൊക്കെ ഇത് മിക്ക വീടുകളിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പി ആട്ടോ. പക്ഷെ ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഇതും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ പായസം അങ്ങനെ പലവിധം പായസമല്ലേ, പക്ഷേ ഇതിൻ്റെ രുചി വേറെ തന്നെ ആട്ടോ. നമ്മൾ ആ പണ്ടത്തെ രുചിയാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ. പണ്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന വിത്തിന് എടുത്ത് വെക്കൂട്ടോ. ഒരുപാട് മൂത്ത മത്തൻ വെച്ചിട്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ പച്ച മത്തൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഇതിലേക്ക് ഒരു 300 ഗ്രാം പച്ച മത്തനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് ഏറ്റവും നല്ലത് നമ്മൾ വിത്തിനൊക്കെ എടുത്ത് വെച്ചിട്ട് ആ മത്തൻ്റെ കളർ അങ്ങ് മാറിപ്പോകില്ലേ, അങ്ങനെ നല്ല മൂത്ത പൊടിയുള്ള ടൈപ്പ് മത്തനാട്ടോ ഇതിലേക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് കിട്ടാനില്ല. എൻ്റെ ഉമ്മൂമ്മേൻ്റെ കാലത്തൊട്ടൊക്കെ ഇതെടുത്ത് വെച്ചിട്ട് ആ വിത്ത് എടുക്കുന്ന ടൈമിലാട്ടോ ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത മമ്പയർ എടുത്തിട്ടുണ്ട്. അതുപോലെ ചിരവിയ തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3 ശർക്കര മധുരത്തിന് എടുത്തിട്ടുണ്ട്. നമുക്ക് മമ്പയറിന് പകരം നമുക്കിതിലേക്ക് ഇനി മമ്പയർ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് മുതിര ചേർത്ത് കൊടുക്കാം. മുതിര ഒന്ന് വറുത്തിട്ട് വേവിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ചെറുപയറും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മമ്പയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് മമ്പയർ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് മമ്പയർ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മമ്പയർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം 2 കപ്പ് ഇതേ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. മമ്പയർ നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ കുക്കറിൻ്റെ വേവിനനുസരിച്ചായിരിക്കും കേട്ടോ വേവ്. അപ്പോൾ നിങ്ങൾ ആ കുക്കറിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. മമ്പയർ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി നമുക്ക് ഈ 3 ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ശർക്കര കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കര പെട്ടെന്ന് അടി പിടിച്ച് പോകാതിരിക്കാനാണ്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. മമ്പയർ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി നമ്മൾ മത്തന് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു വിസിലടിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മത്തന് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മത്തൻ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ മമ്പയർ വേവിച്ച വെള്ളത്തിൽ ഒരു കപ്പ് ഉള്ളതിലുണ്ട്. അപ്പോൾ നിങ്ങൾ മമ്പയർ വേവിച്ചപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറൊന്ന് വിസിലടിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച പൊടിയില്ലേ, നമ്മൾ അരിപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മത്തനും മമ്പയറും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഉടയ്ക്കരുത്, നമുക്ക് അതൊന്ന് കടിക്കാൻ കിട്ടണം. ആ രീതിയിലൊന്ന് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇതിവിടെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഉടച്ചിട്ടില്ല, നമുക്ക് ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച പൊടിയില്ലേ, അരിപ്പൊടി, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറുകിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പുറത്തുനിന്ന് വാങ്ങിച്ച പൊടി ആയതുകൊണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ തരി ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടി കലക്കിയ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പൊടി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കട്ടെ. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പൊടിയൊക്കെ ഒന്ന് കുറുകി വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് ചെറുതായിട്ട് മധുരം മതിയാവും. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മളിത് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്ന രീതിയിലാണ് കഴിക്കട്ടെ, അല്ലാതെ പായസം ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന രീതിയിലല്ല ഇത് കഴിക്കേണ്ടത്. നല്ല സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുന്ന രീതിയിലാണ് കഴിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങ കൂടിയാട്ടോ. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല രുചിയുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത് കേട്ടോ. തേങ്ങ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കിന് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മലപ്പുറം ഭാഗത്ത് ഇതുപോലെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇനി നമ്മുടെ മലപ്പുറം ഭാഗത്തിന് ചില ഭാഗങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇത് സുലഭമായിട്ട് ഉണ്ടാക്കിയിരുന്നൊരു സാധനം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ഉമ്മമാർ എങ്ങനെയായിരുന്നു അറിയുക, ഒരുപാട് മക്കളുണ്ടെങ്കിൽ ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾക്ക് ഓരോ മത്തൻ വീതം എടുത്ത് വെക്കും. എന്നിട്ട് അവർ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ഉപ്പ പറയുമ്പോൾ ഗൾഫിലായിരുന്നു, പക്ഷേ എൻ്റെ ഉപ്പാക്ക് ഗൾഫിൽ നിന്ന് വരുന്നവരെ ഒരു മത്തനെങ്കിലും എടുത്ത് വെക്കും. എന്നിട്ട് എൻ്റെ ഉപ്പ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഞാനും അതുപോലെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ രുചികളൊക്കെ മാറിയല്ലോ, നമ്മൾ പായസത്തും പല വെറൈറ്റി പായസത്തിലേക്ക് തിരിഞ്ഞല്ലോ. പക്ഷേ ഇതിൻ്റെ രുചിയൊന്നും അതിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്ക്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബായ്.